പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവവചനത്തിൽ കോപത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ദീർഘക്ഷമ എന്ന വിഷയം കൂടെ ചേർത്ത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണല്ലോ. സ്ലോ ടു ആങ്കർ, അല്ലെങ്കിൽ കോപത്തിന് താമസമുള്ളവർ ആയിരിക്കുക, അതാണ് ദീർഘക്ഷമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മൗനമായിരിക്കുവാൻ കഴിയുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിലുണ്ട്, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. ഇത് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തീമോഥെയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പോൾ ഇത് എഴുതുന്നത് വിശുദ്ധന്മാർക്കും വിശ്വസ്ത സഹോദരന്മാർക്കുമാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളായിരിക്കുന്നവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണല്ലോ ഇങ്ങനെ എഴുതുവാൻ ഇടയായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സദൃശവാക്യം 27:4 നാം കാണുന്നു, ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു, ജാരശങ്കയുടെ മുൻപിൽ ആർക്കു നിൽക്കാം. കോപം പ്രളയമാകുന്നു. നമുക്കറിയാം, ഒരു പ്രളയം വന്നാൽ എല്ലാം നശിപ്പിച്ചുകൊണ്ടേ അത് കടന്നു പോവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ കോപത്തിൻ്റെ മുൻപിൽ വളരെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. എന്താണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള റീസൺ? ഒരു കോപത്തിൻ്റെ ദൈവവചന പ്രകാരം അതിൻ്റെ ബിബ്ലിക്കൽ റൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പുകേച്ഛകളിൽ നിന്നല്ലയോ? പലപ്പോഴും ഈ കോപം കൊണ്ടോ അങ്ങനെ ശണ്ഠയും കലഹമൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ചുറ്റുപാടിനെ പഴിചാരാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിചാരാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവവചനത്തിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പുകേച്ഛകളിൽ നിന്നില്ല. ഒരു വിഷയത്തിൻ്റെ നടുവിൽ നമുക്ക് മൗനമായിരിക്കുവാൻ കഴിഞ്ഞാൽ അവിടെ ആ വിഷയം ചിലപ്പം ഒഴിവാകുവാൻ കഴിയും. അതുകൊണ്ട് കോപത്തിന് താമസമുള്ളവരായി നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ആ പുകേച്ഛകളെ പിടിച്ചടക്കുവാനുള്ള ഒരു ദൈവകൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന് മുൻപാകെയൊക്കെ നമ്മളെ തന്നെ സമർപ്പിക്കാം. പലപ്പോഴും മാനുഷികമായ കോപം എന്ന് പറയുന്നത് അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. നമുക്കറിയാം, ദൈവം കോപിച്ചിട്ടുള്ള അവസരങ്ങളുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആദാമിന് ഹവ്വായോടും അതുപോലെ ഇസ്രായേൽ ജനത്തോട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അത് കാണുവാൻ കഴിയും. അതൊക്കെ ന്യായമായിട്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ അതൊരു പാപമല്ല. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇമോഷനാണ്. എന്നാൽ അത് അതിര് കടക്കുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് മാറിപ്പോകുവാനിടയായത്. അതുകൊണ്ട് നമ്മൾ വളരെ ഓർത്തിരിക്കേണ്ട കാര്യം, അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രളയം പോലെല്ലാം നഷ്ടമാക്കുന്ന അനുഭവം ഉണ്ടായിത്തീരും. സങ്കീർത്തനം 7:11 നിങ്ങൾ ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. ദൈവം ന്യായാധിപതി ആയതുകൊണ്ട് ദിവസം പ്രതി കോപിക്കുന്നു. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന പാപത്തിലേക്കൊക്കെയും മനുഷ്യൻ കടന്നു പോകുമ്പോൾ ദൈവം കോപിക്കുന്നു. എന്നാൽ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്? ചുറ്റുപാടുകളെക്കുറിച്ച് വ്യക്തമായ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മെ തന്നെ നമ്മൾ ശോധന ചെയ്യണം. ഒരു ആത്മീയമായിട്ടുള്ള ആരോഗ്യം നമുക്കുണ്ട്. ഏതെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് കോപിക്കുന്നതല്ല, നമ്മളതിനെ പിടിച്ചടക്കുവാനുള്ള ഒരു ആത്മീയ കരുത്ത് നമുക്കുണ്ടാകണം. അതിനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 4-ാം അധ്യായം നമുക്ക് കാണുന്നുണ്ട്, കയീൻ കോപിച്ചതായിട്ട് കാണുന്നുണ്ട്. കയീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. കയീൻ 4-5-6 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു. കയീൻ ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിൻ്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു,
അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഹല്ലേലൂയ. ഇവിടെ കയീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. കാര്യം അവൻ കോപിക്കുവാനിടയായി. യഹോവ കയീനോട് ചോദിക്കുന്നു, നീ കോപിക്കുന്നത് എന്തിന്? കോപം അത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതുമൂലം നമ്മുടെ മുഖം വാടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ അതിൻ്റെ അവസാനം കാണുന്നു, നീയോ അതിനെ കീഴടക്കണം. നമുക്ക് ഈ വികാരത്തെ, ആ കോപം നിമിത്തം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന അനുഭവങ്ങളെ, അതിനെ കീഴടക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാം. ഉൽപ്പത്തി പുസ്തകം 4:8 എന്നാറെ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. കണ്ടോ, ഒരു കോപം വരുത്തി വച്ച വിന ആ ഹാബേലിനോട് കയർത്തത് മുഖാന്തരം അവിടെ ഒരു കൊലപാതകം നടക്കുവാനിടയായി. നമ്മളിന്ന് ചുറ്റുപാടുകളിൽ നോക്കിയാൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും സാഹചര്യങ്ങളെ പഴി പറയുവാനല്ല, നമ്മളെ തന്നെ ഒന്ന് പിടിച്ചടക്കി നമ്മുടെ അനുഭവങ്ങളിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അതിനെ ജയിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഇവിടെ മത്തായി സുവിശേഷത്തെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ. കർത്താവ് ക്രൂശിൽ കിടന്ന് പറഞ്ഞു, കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പലപ്പോഴും നമുക്കൊരു വാക്കിന് പോലും ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരം പിടിച്ചടക്കുവാൻ കഴിയാതെ അതിൽ നമ്മൾ തോറ്റുപോകാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. അതിനെ ജയിക്കുവാനുള്ള ഒരു ദൈവകൃപ കർത്താവ് എനിക്ക് തരുവാനായിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനം 8:28 നാം ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ ദോഷമായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ദീർഘക്ഷമയോടെ ആയിരിക്കാൻ നമുക്ക് ഏൽപ്പിക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ കോപത്തെ കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്നത്? സഭാപ്രസംഗി 7:9 വായിക്കുന്നു, നിന്റെ മനസ്സിൽ അതിവേഗം നീരസം ഉണ്ടാകരുത്, മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. ഹല്ലേലൂയ. ആ ദീർഘക്ഷമ, സ്ലോ ടു ആങ്കർ, ആ ഒരു അനുഭവം നമുക്കെടുത്താൽ ചുറ്റുപാട് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഇതൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുവാൻ. ഇതൊക്കെ മൂഢന്മാരുടെ ഉള്ളിലാണ് വസിക്കുന്നതെന്ന് ദൈവവചനം പറയുന്നു. സാക്ഷ്യവാക്യം 15:1 മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കൊന്ന് ശോധന ചെയ്യാം. വിഷയങ്ങളുടെ മുൻപിൽ നമുക്ക് മൃദുവായ ഉത്തരം പറയുവാൻ കഴിയുന്നുണ്ടോ? അതോ കഠിന വാക്കാണോ നമ്മളുടെ വായിൽ നിന്ന് വരുന്നത്? ഹല്ലേലൂയ. മൃദുവായ ഉത്തരം പറയുവാൻ, കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ ഇടയാകട്ടെ. കഠിന വാക്ക് പറഞ്ഞാൽ അവിടെ ആമേൻ വലിയ ശണ്ഠകളിലേക്ക് ഇടയായിത്തീരും. മൃദുവായ ഉത്തരം പറയുവാനുള്ള കൃപ കർത്താവിനോട് ചോദിക്കാം. എഫേസ്യലേഖനം 4:31 എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ ആമേൻ അന്യോന്യം നമുക്ക് ക്ഷമിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ കൃപ ചോദിച്ചു വാങ്ങിക്കാം. ആമേൻ. അങ്ങനെ ഒരു ജയജീവിതം ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.